അപ്പോൾ നമ്മുടെ മെയിൻ സെഷൻ 2ൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഷിഫ്റ്റ് 1 ആണ്, മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് നല്ല വെയിലാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. നമുക്ക് ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോയൽ ജോസഫ്. ഓക്കെ, മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം മോഡറേറ്റ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഇത്തിരി ജനുവരിയിലേക്കാളും സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആണല്ലേ. അപ്പോൾ ഇന്നലത്തെ ഒരു എക്സാം എങ്ങനെയാണെന്ന് അറിഞ്ഞായിരുന്നല്ലോ, റിവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടിരുന്നല്ലോ. അപ്പം ഏതാണ്ട് അതുപോലത്തെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം ഏകദേശം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സെഷൻ 1 എഴുതിയതല്ലേ, അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയുണ്ടെന്നോ? സെഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിരുന്നു. കഴിഞ്ഞ തവണ ഡയറക്റ്റ് കെമിസ്ട്രി ഒക്കെ പെട്ടെന്ന് ചെയ്തായിരുന്നു. ഇതിപ്പം കുറച്ചും കൂടി ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡിലീറ്റഡ് പോർഷൻസിലെ ഫോർമുല വന്നിട്ട് പക്ഷേ ഉള്ള പോർഷൻസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു? ടൈം മാനേജ്മെൻറ്റ് മാത്സിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്സ് നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ കുറച്ച് ടൈം എടുക്കും. സെഷൻ 1 തീരെ ടൈം വേണ്ടി വന്നില്ല. ഓക്കെ, അപ്പം സെഷൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ ഈ കുറച്ച് ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയാൻ പറ്റും? 1. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുറച്ച് പാടായിരുന്നു. കെമിസ്ട്രി കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരുന്നു. ഓപ്ഷൻസ് ഏത് കുത്താനെന്നൊരു കൺഫ്യൂസിങ്ങാണ്. നല്ല കൺഫ്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻസാണ് സെറ്റ് ചെയ്തത്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. കെമിസ്ട്രി കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് അതുപോലെ തന്നെ പാടായിരുന്നു. ന്യൂമറിക്കൽസ് തന്നെയായിരുന്നു, പക്ഷേ നല്ല പാടുള്ള പെട്ടെന്നൊന്നും കിട്ടാത്തൊരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ. സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം? സെക്ഷൻ 1 കമ്പയർ ചെയ്യുമ്പോൾ അല്പം പാടായിരുന്നു. ഓക്കെ, മാത്സ് ഒക്കെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡയറക്റ്റ് ചോദിച്ചത്? മാത്സ് ഞാൻ നീറ്റാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മോൻ എക്സാം? ഫിസിക്സും കെമിസ്ട്രി ഒരു മോഡറേറ്റ് പറയാം. കഴിഞ്ഞ എക്സാമിനെക്കാണെങ്കിൽ കുറച്ച് പാടായിരുന്നു. മാത്സ് തന്നെ നീറ്റായതുകൊണ്ടെങ്കിൽ പറയാൻ പറ്റും. കെമിസ്ട്രി ഒക്കെ കൂടുതലും ചോദിച്ചത് എങ്ങനെയാണ്? ഇൻഓർഗാനിക് ഓർഗാനിക് ഒക്കെ കൂടുതലും ചോദിച്ചോ? ഏകദേശം ഒരേ പ്രൊപ്പോസൽ ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. സെഷൻ 1 എഴുതിയായിരുന്നു? എഴുതിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചും കൂടി ടഫായിട്ട് തോന്നി സെഷൻ 1 കാണി. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു? അത്യാവശ്യം ഉണ്ടായിരുന്നു ഫിസിക്സിനൊക്കെ. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നല്ല ചൂടാണ്. അപ്പം പരീക്ഷാ ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ 2 പേരുണ്ട്, അപ്പോൾ അവരോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മോൻ എക്സാം? ഓൾമോസ്റ്റ് സെഷൻ 1 പോലെ തന്നെ ആയിരുന്നു. കെമിസ്ട്രിയിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ സാധാരണ ഫിസിക്കൽ കെമിസ്ട്രി ന്യൂമറിക്കലിന് മാത്രമേ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അത് MCQലായിട്ട് ഒരു 3-4 വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫിസിക്സ് കുറച്ച് ലെവലിൽ കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും, പക്ഷേ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. ഓവറോൾ ടൈം മാനേജ്മെൻറ്റ് നന്നായി ചെയ്യുകയാണെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. ഓക്കെ, മാത്സ് എങ്ങനെയാണ്? കുറച്ച് ലെങ്തി ടൈപ്പായിട്ട് തോന്നിയോ? ചില ക്വസ്റ്റ്യൻസ് ലെങ്തി ആണ്. ഈ പെട്ടെന്ന് കിട്ടുന്നതും കുറച്ചുണ്ട് അതിൽ. കുഴപ്പമില്ല. ടൈം എങ്ങനെയാണ്? ഓക്കെ ആയിരുന്നോ? മാനേജ് ചെയ്യാൻ പറ്റിയോ? ഈ ടൈം തികഞ്ഞില്ല. അപ്പോൾ ചിലർ പറഞ്ഞായിരുന്നു സെഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് കൂട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ? മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതേ അഭിപ്രായം തന്നെയായിരുന്നു? അതിന് വലിയ വ്യത്യാസം എന്ന് പറയുന്നത് കെമിസ്ട്രിൻ്റെ പറഞ്ഞതാണ്. കെമിസ്ട്രിയിൽ സാധാരണ NCERT ഡയറക്റ്റ് ചോദിക്കാണ്ട് കുറേ അങ്ങനെ കുറവായിരുന്നു. 1-2 ഉള്ളൂ. കുറച്ചൊന്നും ആലോചിക്കണം. പിന്നെ ഓർഗാനിക്കിന്ന് കുറച്ച് കൂടുതലുണ്ട്. പറഞ്ഞാൽ ഫിസിക്കലി നല്ലോണം കയറി വന്നു. മാത്സും കഴിഞ്ഞ പോലത്തെ എക്സാം തന്നെ ആയിരുന്നു, പക്ഷേ കെമിസ്ട്രിയിൽ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡായി പോയപ്പം മാത്സ് അങ്ങനെ എഴുതാൻ പറ്റിയില്ല. കുറച്ച് എഴുതിയുള്ളൂ. അപ്പോൾ ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ലെവൽ കൂടിയിട്ടൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മോഡറേറ്റ് ലെവൽ എന്ന് പറയാൻ പറ്റുമോ? മോഡറേറ്റ് തന്നെയാണ്. മാത്സും കുറച്ച് ഈസിയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ, പക്ഷേ കെമിസ്ട്രി സാധാരണ പോലെ തന്നെ കുറച്ച് ലെവൽ കൂടിയപ്പം ടൈം മാനേജ് ചെയ്ത് ശരിയായില്ല. എന്നാലും ഉഷാറായി എഴുതി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോൻ എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നത്. കുറച്ച് ലെങ്തി ആയ പോലെ തോന്നി. മാത്സ് ചെയ്താൽ കുറച്ച് സമയം കിട്ടിയില്ല. മാത്സിന് അങ്ങനെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ഒന്നും വന്ന പോലെ തോന്നിയില്ല. കുറച്ച് സാധാരണ കോമൺ ക്വസ്റ്റ്യൻസൊക്കെ വന്നുള്ളൂ, പക്ഷേ കുറച്ച് ലെങ്തി ആയിപ്പോയി. സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നം വന്ന പോലത്തെ ഒരു ഉത്തരം. ടൈം ബുദ്ധിമുട്ടായി തോന്നിയോ? ടൈം അത്യാവശ്യം ഫിസിക്സിലൊക്കെ കുറച്ച് ലെങ്തി പ്രോബ്ലം ഉണ്ടായാലത്തെ തോന്നി. ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം എഴുതാനൊക്കെ പറ്റി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം സെഷൻ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും? അതിനേക്കാൾ ഒരുപാട് ടഫായിട്ടുള്ള തോന്നി. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയതായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ്? സ്റ്റാൻഡേർഡ് കൂടിയ തോന്നി. കുറച്ചുകൂടി കാണാത്ത കുറച്ച് വെറൈറ്റി പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന പോലെ തോന്നി. കെമിസ്ട്രി എങ്ങനെയായിരുന്നു? ഇൻഓർഗാനിക് ആയിരുന്നു ഓർഗാനിക് ആയിരുന്നു കൂടുതൽ? ഓർഗാനിക് ആയിരുന്നു തോന്നി. ഇൻഓർഗാനിക് അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. ഓർഗാനിക് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി എനിക്ക്. ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് കൂടുതൽ വന്ന പോലെ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? മോഡറേറ്റ് ലെവലായിരുന്നോ? ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ലെവലുള്ളത് തന്നെയായിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.